ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി, അധ്യായം 17, ഭാഗം 2. അന്ന് പ്രഭാതത്തിനു മുമ്പ് തന്നെ രാമൻ ഉണർന്നിരുന്നു. അന്ന് മറ്റു ദിവസങ്ങളെക്കാൾ കൂടെ പിതാവിനെ കുറിച്ച് ഓർക്കുന്നതായി രാമൻ സീതയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സീത പറഞ്ഞു, പ്രഭു, ഞാൻ സ്വപ്നം ഒരിക്കലും കാണാറില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എന്നാൽ ഇന്നലെ രാത്രി എനിക്ക് അത്ഭുതകരമായ ഒരു സ്വപ്നമുണ്ടായി. അതൊരു സ്വപ്നമേ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങയുടെ വിരഹം ഹേതുവായി ഭരതനും ശത്രുഘ്നും വളരെ മെലിഞ്ഞ് ദുർബലരായി തീർന്നതായി ഞാൻ കണ്ടു. അങ്ങയില്ലാതെ ഒരു നിമിഷം പോലും അയോധ്യയിൽ കഴിയുന്നത് അസാധ്യമായതുകൊണ്ട് അവർ അയോധ്യയിലെ പൗരന്മാരോടുകൂടി മാത്രമല്ല, കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ രാജ്ഞിമാരോടും കൂടി നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നും ഞാൻ സ്വപ്നം കണ്ടു. ഈ അനുഭവം വർണ്ണിക്കുമ്പോൾ സീതാദേവിയുടെ നേത്രങ്ങൾ നിറഞ്ഞിരുന്നു. രാമൻ ലക്ഷ്മണനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സീതയ്ക്കുണ്ടായ സ്വപ്നം നീ കേട്ടില്ലേ? ഇത് ശുഭവാർത്തയല്ല. കാരണം സീത സ്വപ്നത്തിൽ മറ്റുള്ളവരെയെല്ലാം കണ്ടു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ അച്ഛനെ മാത്രം കണ്ടു. ഇതൊരു ദുശകുനമാണെന്ന് എനിക്ക് തോന്നുന്നു. വരൂ, നമുക്ക് സ്നാനം ചെയ്യാം, അത് നല്ലതാണ്. അങ്ങനെ അവർ 3 പേരും നദിയിൽ കുളിക്കാൻ പോയി. ആ ഘട്ടത്തിൽ പക്ഷികൾ കൂട്ടമായി കുറുകെ ആകാശത്തിൽ പറന്നു. വടക്കൻ പ്രദേശം കനത്ത പൊടിപടലം കൊണ്ട് അന്ധകാരമായി. അനേകം പക്ഷികളും മൃഗങ്ങളും വിരണ്ട് പല ഭാഗങ്ങളിലേക്കുമായി പറക്കുകയും ഓടുകയും ചെയ്തു. ഈ അസാധാരണ സംഭവം കണ്ട് ലക്ഷ്മണൻ എന്താണെന്നറിയാൻ വലിയൊരു മരത്തിൽ കയറി നോക്കി. കാലാളുകളും ആനകളും കുതിരകളും രഥങ്ങളും അടങ്ങിയ ഒരു സൈന്യം തങ്ങളുടെ ഭാഗത്തേക്ക് നീങ്ങി വരുന്നതായി അദ്ദേഹം കണ്ടു. അതിൻ്റെ തലവനായി ഒരു രാജാവും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഊഹിച്ചു. അദ്ദേഹം രാമന് വിവരമറിയിച്ചു. അത് സീതയ്ക്കുണ്ടായ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെന്ന് രാമൻ പറഞ്ഞു. ഏറ്റവും വേഗം പർണശാലയിലേക്ക് പോകണമെന്ന് രാമൻ ഉപദേശിച്ചു. ഇതിനിടയിൽ വനത്തിലെ വില്ലന്മാരും കിരാതന്മാരും മറ്റ് വനവാസികളും രാമസന്നിധിയിലേക്ക് ഓടി വന്നു. ക്രമീകൃതമായ ഒരു സൈന്യം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അത് നയിക്കുന്ന രാജകീയ നേതാവിൻ്റെ രഥത്തിൽ ആൽമരം അടയാളമായ ഒരു കൊടിയുണ്ട് എന്നും കിതച്ചുകൊണ്ടവർ അറിയിച്ചു. സീതയും രാമനും ലക്ഷ്മണനും അത് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഭരതനല്ലാതെ മറ്റാരുമല്ല എന്ന അനുമാനം ഉറപ്പാക്കുകയുണ്ടായി. അവർക്കതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ലക്ഷ്മണൻ ക്രോധം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. രാമനെ ദർശിക്കാൻ വരുമ്പോൾ എന്തിനീ പൂർണ്ണബലമുള്ള സൈന്യത്തെ കൊണ്ടുവരുന്നു? അദ്ദേഹം ചോദിച്ചു. ആ ദുഷ്ടയുണ്ടല്ലോ, അവൻ്റെ അമ്മ രാമനെ വനസങ്കേതത്തിൽ വെച്ച് ആരുമില്ലാത്ത നിലയിൽ ആക്രമിക്കുകയും അദ്ദേഹം വനവാസം കഴിഞ്ഞു മടങ്ങി വന്ന് ഭരണം ഏറ്റെടുക്കാൻ ഇടയില്ലാത്ത വിധം വകവരുത്തുകയും ചെയ്യണമെന്ന കുതന്ത്രം ഭരതന് ഉപദേശിച്ചു കൊടുക്കുകയും ഭരതനത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടാവണം എന്ന് ലക്ഷ്മണൻ ഊഹിച്ചു. തിളച്ചുയരുന്ന ക്രോധജ്വാലകൾ അദ്ദേഹത്തെ വിഴുങ്ങിയ മട്ടായിരുന്നു. ചുട്ടുപഴുത്ത കൽക്കരിക്കനൽ പോലെ ആയിത്തീർന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാൾ കൊണ്ട് തറയ്ക്കുന്നത് പോലെ നിശിതമായി തീർന്നു. ലക്ഷ്മണനിൽ നിന്ന് വന്ന ഈ മാറ്റം രാമൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണ, അടങ്ങൂ, ക്ഷുഭിതനാവാതെ ശാന്തനാകൂ. ഭരതൻ സദ്ഗുണശാലിയാണ്. അവൻ്റെ സ്നേഹം അമേയവും പൊയ്കയ്ക്ക് താമര എന്ന പോലെ അവൻ ഇക്ഷാകു രാജവംശത്തിന് തിളക്കം കൂട്ടുകയാണ്. ഇത്രയും പരിശുദ്ധനും കുറ്റമറ്റവനും പുണ്യാത്മാവുമായ ഒരാളെ ദുഷിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ ഭരതനെക്കുറിച്ച് ശരിയായി വിവരം വെളിപ്പെടുത്തി ലക്ഷ്മണൻ്റെ തിളച്ചു കയറുന്ന ക്രോധം ശമിപ്പിക്കാൻ രാമന് കഴിഞ്ഞു. ഉടനെ താൻ ഭ്രാതാവായ ശത്രുഘ്നോടും പരിജനങ്ങളോടും അനുയായികളോടും ഒന്നിച്ച് രാമൻ്റെ ദർശനം കാക്ഷിക്കുന്നു എന്ന സന്ദേശം ചില കാട്ടുജാതിക്കാർ വഴി ഭരതൻ രാമനെത്തിക്കുകയുണ്ടായി. ഈ സന്തോഷ വാർത്ത കേട്ട് രാമൻ ആഹ്ലാദം കൊണ്ടു. ഹേമന്ത കാലാന്ത്യത്തിലെ തടാകങ്ങളെപ്പോലെ അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ സജ്ജലങ്ങളായി. തിടുക്കത്തിൽ കുളി കഴിഞ്ഞ് രാമനും സീതയും ലക്ഷ്മണനും പർണശാലയിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ പർണശാലയിലെത്തിയപ്പോൾ ഭരതൻ അവരെ കണ്ടു. പ്രാണവേദന കൊണ്ട് ഭരതൻ്റെ മനസ്സ് പിളർന്നു. കഠിനവേദനയാൽ അദ്ദേഹം രാമ എന്ന് ദുഃഖാകുലനായി ഉറക്കെ വിളിച്ചു. ഓടി വന്ന് രാമപാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് ഉച്ചത്തിൽ വിലപിച്ചു.
തങ്ങളെ വേർപെട്ടതുമൂലം ഭരതൻ അനുഭവിക്കുന്ന കഠിന വേദന ലക്ഷ്മണൻ കണ്ടു. ഭരതന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് താൻ വിലയിരുത്തിയത് വളരെ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഉള്ളിൽ തീവ്രമായി പശ്ചാത്തപിച്ചു. ശോകഭാരം കൊണ്ട് അദ്ദേഹത്തിന്റെ തല കുനിഞ്ഞു. അദ്ദേഹം ഭരതശത്രുഘ്നന്മാരോടൊപ്പം ധാരാളം കണ്ണുനീർ വാർത്തു. രാമൻ സഹോദരന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരുടെ വികാരങ്ങൾ ശാന്തമാക്കാനും ദുഃഖം ശമിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും രാജ്ഞിമാരായ കൗസല്യയും കൈകേയിയും സുമിത്രയും മന്ത്രിമാരും രാമന്റെ സമീപം വന്നു. രാമദർശനത്തിൽ ദുഃഖത്തിനും സന്തോഷത്തിനും അവർ അധീനരായി. പുൽക്കുടിലിന് സമീപം താപസവേഷത്തിൽ രാമനെ കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ദുഃഖം തുടച്ചു മാറ്റുവാൻ കുറേ കാലത്തെ വിരഹത്തിന് ശേഷം തങ്ങളുടെ പ്രിയങ്കരനായ ആ രാജകുമാരനെ കണ്ടപ്പോഴുണ്ടായ സന്തോഷത്തിന് കഴിഞ്ഞില്ല. ദുഃഖത്തിൻ്റെയും കൃതജ്ഞതയുടെയും ബാഷ്പങ്ങൾ തൂകി അവർ വിലപിച്ചു പുലമ്പി. അവരുടെ പൊട്ടിത്തകർന്ന ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രാമ രാമ എന്ന രോദനം ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അനന്ത വിസ്തൃതിയിൽ അതിവേഗത്തിൽ വ്യാപിച്ചു. രാമൻ അവരോട് മൃദുവായും മധുരമായും സംസാരിച്ചു. വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. അനന്തരം അദ്ദേഹം അമ്മമാരുടെ സമീപം ചെന്നു. ദൗർഭാഗ്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആ ചിത്രങ്ങൾ നോക്കാൻ രാമൻ ആ രംഗം സഹിക്കാൻ കഴിഞ്ഞില്ല. സംഭവിച്ച ആപത്തിനെ സംബന്ധിച്ച അവബോധം അദ്ദേഹത്തിനുണ്ടായി. ഉടനെ തന്നെ സ്വയം സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. പിതാവ് അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ദുഃഖിച്ചു. പക്ഷേ ക്ഷണം തന്നെ ശോകവിമുക്തനായി. ലക്ഷ്മണനെ അടുത്ത് വിളിച്ച് അദ്ദേഹത്തെ വസ്തുത അറിയിച്ചു. കാര്യങ്ങൾ കുറെ കൂടി പൂർണ്ണമായി ലക്ഷ്മണനെ അറിയിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കി. അദ്ദേഹം രാജവംശത്തിൻ്റെ മന്ത്രിയായ സുമന്ത്രരെ വിളിച്ചു. ഈ വസ്തുതകളും അയോധ്യയുടെ ഭരണപരമായ കാര്യങ്ങളും ലക്ഷ്മണനെ വിശദീകരിച്ചു കൊടുക്കാനായി അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ സുമന്ത്രർ ദുഃഖഭാരം സഹിക്കാനാവാതെ നിലം പതിച്ചു. എഴുന്നേൽക്കാൻ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം കരച്ചിനിടയിൽ ഇങ്ങനെ പറഞ്ഞു: ലക്ഷ്മണ, ഇനി നമുക്ക് ദശരഥൻ എവിടെയാണ് ഉണ്ടാവുക? രാമനിൽ നിന്നും സീതയിൽ നിന്നും അങ്ങയിൽ നിന്നും കൊണ്ടുണ്ടായ ദുഃഖത്തിൻ്റെ അഗ്നിജ്വാലകളാൽ അദ്ദേഹം ഭസ്മീകരിക്കപ്പെട്ടു. അയോധ്യ കാടായി തീർന്നിരിക്കുന്നു. അവിടെ എവിടെ നോക്കിയാലും ദുഃഖമേ കാണുന്നുള്ളൂ. അവിടെ കേൾക്കുന്നതെല്ലാം വിലാപമാണ്. മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും കൂടി നിങ്ങൾ വിട്ടുപോയപ്പോൾ ജീവത്യാഗം ചെയ്യുകയുണ്ടായി. അവശേഷിച്ചവരെല്ലാം നിങ്ങൾ മടങ്ങി വരുന്ന പ്രതീക്ഷയിൽ ജീവൻ നിലനിർത്തുകയാണ്. ഇത് കേട്ട് ലക്ഷ്മണൻ കണ്ണുനീരൊഴുക്കി. മറുപടിയൊന്നും പറയാൻ കഴിയാതെ മരക്കുറ്റി പോലെ നിന്നു. ഒരു വാക്കും മിണ്ടാതെ ലക്ഷ്മണൻ രാമനെ സമീപിച്ച് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു: ഇത്രയും ഭയങ്കരമായ വിപത്ത് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് നമ്മുടെ പിതാവിനെ അവസാന നിമിഷങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് വ്യസനിച്ചതുകൊണ്ട് യാതൊരു ലാഭവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചു. ഭൗതിക ശരീരങ്ങൾ ജലത്തിലെ പോളകളെ പോലെ നശ്വരങ്ങളാണ്. അവ പൊട്ടിത്തകർന്ന് അപ്രത്യക്ഷമാകേണ്ടവയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പല ധാർമ്മിക തത്വങ്ങളെയും പറ്റി രാമൻ പറഞ്ഞു മനസ്സിലാക്കി. ഒടുവിൽ ചടങ്ങുകൾ അനുഷ്ഠിക്കാനായി 2 സഹോദരന്മാരെയും നദീതീരത്തിലേക്ക് കൊണ്ടുപോയി. ഇതിനിടയിൽ സീത ഭർത്തൃമാതാക്കളുടെ സമീപം ചെന്ന് വളരെ ഭക്തി ബഹുമാനങ്ങളോടെ അവരുടെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. അനന്തരം കുലഗുരുവിൻ്റെ പത്നിയുടെ മുമ്പിലും അവർ നമസ്കരിച്ചു. അയോധ്യയിൽ നിന്നും വന്ന സ്ത്രീകളെ സീത കണ്ട് യഥാർഹമായ പരിഗണനയോടുകൂടി അവരോട് പെരുമാറി. മധുരമായ സ്വാഗതം കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു. രാജ്ഞിമാർ സീതയെ കണ്ടപ്പോൾ ഉച്ചത്തിൽ വിലപിച്ചു. അയോധ്യയിൽ നിന്നും എത്തിയ സ്ത്രീകൾ തങ്ങളുടെ സുന്ദരിയായ രാജകുമാരിയുടെ സ്ഥിതി കണ്ട് ദുഃഖാധീനരായി. അവർക്ക് സങ്കടം ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ദശരഥ ചക്രവർത്തി ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സീത പറഞ്ഞു: എന്തൊരു വലിയ ദൗർഭാഗ്യമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ വിരഹം പൊറുക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ചക്രവർത്തി ചരമഗതി അടഞ്ഞത് എന്ന് പറഞ്ഞതുകൊണ്ട് രാജ്ഞിമാരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും സീത നമസ്കരിച്ചു. ദശരഥൻ്റെ ദേഹവിയോഗത്തെ സംബന്ധിച്ച വാർത്ത തൻ്റെ ഹൃദയത്തിന് അശനിപാതം പോലെയാണെന്ന് സീതയ്ക്ക് തോന്നി. സംഭവങ്ങളുടെ ഈ ഗതിമാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് രാജ്ഞിമാരും സീതയും വളരെ നേരം കരഞ്ഞു. ഒരാൾക്കും അന്ന് ഭക്ഷണമോ പാനീയമോ കഴിക്കാൻ കഴിഞ്ഞില്ല. ആ രാവും പകലും മുഴുവനും ദുഃഖത്തിൽ കഴിച്ചുകൂട്ടി. സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ അന്തരിച്ച പിതാവിന് ശേഷക്രിയ ചെയ്യാൻ വസിഷ്ഠൻ രാമന് നിർദ്ദേശം കൊടുത്തു. ശാസ്ത്രോക്തികൾ അണുപോലും പിഴയ്ക്കാതെ
നിഷ്കഷ്ടയോടെ രീതിയിൽ തന്നെയാണ് അതെല്ലാം നിർവഹിച്ചത്. ഗംഗയിലും യമുനയിലും ഗോദാവരിയിലും സരസ്വതിയിലും നർമ്മദയിലെയും സിന്ധുവിലെയും കാവേരിയിലെയും പുണ്യജലം ഈ പാത്രങ്ങളിൽ വന്നു ചേർന്ന് ഇതിലെ ജലം പവിത്രീകരിക്കട്ടെ എന്ന ജലപവിത്രീകരണ മന്ത്രം ശ്രീരാമൻ തന്നെ ഉച്ചരിക്കയാൽ കർമ്മം പരിശുദ്ധവും പൂർണ്ണവും ഫലപ്രദവുമായി പരിണമിച്ചു. കുലഗുരു, മന്ത്രിമാർ, രാജ്ഞിമാർ, അയോധ്യയിലെ പൗരന്മാർ എന്നിവർ 2 ദിവസം മുഴുവനും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും കൂടെ കഴിഞ്ഞു. 2 ദിനങ്ങൾക്ക് ശേഷം രാമൻ കുലഗുരുവിനോട് പറഞ്ഞു, ഗുരു, അയോധ്യയിലെ പൗരന്മാർ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. വെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കാനില്ലാതെ, ഫലമൂലങ്ങളില്ലാതെ അല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ലാതെ അവർ വിഷമിക്കുന്നു. ഭരതശത്രുഘ്നന്മാരെയും അമ്മമാരെയും കാണുമ്പോൾ എനിക്ക് ഓരോ നിമിഷവും ഓരോ യുഗമായി തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം അയോധ്യയിലേക്ക് മടങ്ങുകയാണ് നല്ലത്. ഞാനിതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല. ചക്രവർത്തി സ്വർഗം പ്രാപിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ ആരുമില്ല. ഏറ്റവും നല്ലത് എന്താണോ അതുപോലെ പ്രവർത്തിക്കുക. ഈ വാക്കുകളോടെ രാമൻ വസിഷ്ഠനെ നമസ്കരിച്ചു. വസിഷ്ഠൻ മറുപടി പറഞ്ഞു, രാമ, രഘുവംശപ്രഭു, എന്താണ് ഇങ്ങനെ പറയുന്നത്? കുമാര, നിന്നെ കൺകുളിർക്കെ നോക്കിയിരിക്കുവാൻ ഭാഗ്യമുണ്ടായതിൽ എത്ര സന്തുഷ്ടരും സംതൃപ്തരുമാണ് അവരെന്ന് മനസ്സിലായിട്ടില്ലേ? തങ്ങൾ തിരിച്ചു പോകാൻ രാമൻ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ കേട്ടപ്പോൾ ഓരോരുത്തരും നടുക്കടലിൽ കൊടുങ്കാറ്റിൽ പെട്ടുപോയ തോണിയെപ്പോലെയായി. പക്ഷേ തങ്ങൾക്ക് വേണ്ടി കുലഗുരു വാദിക്കുന്നത് കേട്ടപ്പോൾ അനുകൂലമായ കാറ്റിൽ തോണി നീങ്ങുന്നത് പോലെ അവരും കുറച്ച് സ്വസ്ഥരായി. ദിവസം 3 നേരം മന്ദാഗ്നിയിൽ സ്നാനം ചെയ്യാനുള്ള ഭാഗ്യവും കാട്ടിൽ നിന്നും തങ്ങൾ തന്നെ പ്രയത്നിച്ച് ശേഖരിക്കുന്ന ഫലമൂലങ്ങളെ സരളമധുരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ജീവിതം, അവയ്ക്കുമെല്ലാം പുറമെ സീതയുടെയും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും രൂപങ്ങളെ കൺകുളിർക്കെ കാണുന്നതും അവരെ വിശ്വാസത്തിലേക്കും പരിശുദ്ധിയിലേക്കും നയിച്ചു. ആത്മീയമായ ശക്തിപ്പെടുത്തുന്നവയും ആപാദചൂടം ആസ്വാദ്യമായവയും ആയ വാക്കുകളെ കൊണ്ട് കാത് നിറച്ച് കഴിഞ്ഞുകൂടുന്നത് ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു പോകുക എന്ന ചിന്ത അവരുടെ മനസ്സ് തള്ളിക്കളഞ്ഞു. ഭർത്തൃമാതാക്കളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടും അവരുടെ ശുശ്രൂഷയ്ക്കുള്ള ഔത്സുക്യം കൊണ്ടും സീത അവരെ പരിചരിക്കുന്നതിൽ ഏർപ്പെട്ടു. അവർ അമ്മമാരെ സമാശ്വസിപ്പിക്കുകയും സന്തുഷ്ടരാക്കുകയും ചെയ്തു. ഒന്നിനും ഒരു കുറവും വരാതെ താൻ എത്ര സന്തുഷ്ടമായാണ് വനത്തിൽ ദിവസങ്ങൾ കഴിക്കുന്നതെന്ന് സീത അവരോട് പറഞ്ഞു. സീതയുടെ സഹനശക്തിയും സാമർഥ്യവും കണ്ട് അമ്മമാർ അത്ഭുതപ്പെട്ടു. എത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും ആനന്ദം അനുഭവിക്കാനുള്ള അവരുടെ കഴിവിനെക്കുറിച്ച് ചിന്തിച്ച് രാജ്ഞിമാർ വളരെ സന്തോഷിച്ചു. സീത തൻ്റെ കഷ്ടപ്പാടുകളെ എത്ര ധീരതയോടുകൂടിയാണ് നേരിടുന്നതെന്ന് കണ്ടപ്പോൾ അവർ സ്വന്തം ദുഃഖം പ്രയാസം വിനാ സഹിച്ചു. ഭരതൻ രാത്രിയിൽ ഒരിക്കൽ പോലും കൺപോള കൂട്ടിയിരുന്നില്ല. പകൽ വിശപ്പറിഞ്ഞില്ല. രാമൻ്റെ തിരുമുഖം വീക്ഷിച്ച് ജനങ്ങൾ സന്തുഷ്ടരായപ്പോൾ ഭരതശത്രുഘ്നന്മാർ അതേ മുഖം നോക്കി വ്യഥാപൂർണരായിരുന്നു. അവർക്ക് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ വസിഷ്ഠനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമനെ സീതയോടൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അവർ പല രീതിയിലും തങ്ങളുടെ വേദന വെളിപ്പെടുത്തിക്കൊണ്ട് കുലഗുരുവിനോട് വളരെ ആത്മാർത്ഥമായി തുടരെ അഭ്യർത്ഥിച്ചു. ആദർശങ്ങളിൽ രാമനുള്ള വിശ്വാസ്യദാർഢ്യം കുലഗുരുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. സത്യബോധത്തോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നതിൽ രാമൻ്റെ കടുംപിടുത്തവും പിതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉറച്ച തീരുമാനവും കുലഗുരുവിന് ശരിക്കും അറിയാം. പക്ഷേ ഭരതൻ്റെ ദുഃഖം കണ്ട് മനസ്സിലാക്കിയ അദ്ദേഹം രാമനോടൊന്ന് പറഞ്ഞു നോക്കാൻ തീരുമാനിച്ചു. രാമന് തിരിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളിൽ ഒന്നുപോലും പരീക്ഷിച്ചു നോക്കാതെ വിട്ടിട്ടില്ല. ഇത് ഭരതൻ്റെ സംതൃപ്തിക്കു വേണ്ടി മാത്രം. മഹർഷി രാമനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, രാമ, ഭരതൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കൂ. സജ്ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും രാഷ്ട്രതന്ത്രത്തിൻ്റെ തത്വങ്ങൾക്കും വേദങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക. ഈ വാക്കുകൾ പ്രകടീകൃതമായ കുലഗുരുവിൻ്റെ ഭരതനോടുള്ള സ്നേഹം രാമൻ മനസ്സിലാക്കി. ഭരതൻ ധർമ്മമാർഗത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കുകയില്ല എന്ന് രാമൻ അറിയാം. മാത്രമല്ല, തൻ്റെ നിർദ്ദേശങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഹൃദയപൂർവ്വം നടപ്പിൽ വരുത്തുമെന്നും ഭരതൻ സദാ തൻ്റെ പാത പിന്തുടരുമെന്നും തൻ്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും രാമൻ അറിയാം. രാമൻ ഇത് കാരണം സന്തുഷ്ടിയുള്ളവനാണ്. അതുകൊണ്ട് മഹർഷി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾക്ക് പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹം
മൃദുമധുരമായി ചില ശുഭവാക്യങ്ങൾ പറഞ്ഞു. ഗുരു, അങ്ങ് എൻ്റെ സാക്ഷിയാണ്, എൻ്റെ പിതാവിൻ്റെ പാദങ്ങൾ സാക്ഷിയാണ്. ഞാനിത് ഉറപ്പായി പറയട്ടെ, എൻ്റെ അനുജൻ ലക്ഷ്മണനെ പോലെ എനിക്ക് പ്രിയപ്പെട്ടവർ വേറെ ആരുമില്ല. എനിക്ക് ഭരതൻ ആയിരിക്കും പോലെ ലോകത്തിൽ ഒരാൾക്കും ഒരു സഹോദരൻ ഉണ്ടാവുകയില്ല. തങ്ങളുടെ ഗുരുഭൂതന്മാരുടെ ചരണകമലവുമായി ബന്ധപ്പെട്ടവരെല്ലാം തീർച്ചയായും ഭാഗ്യവാന്മാരാണ്. അങ്ങേക്ക് അവൻ്റെ നേരെ അത്രയും സ്നേഹവും കരുണയുമുണ്ട്. അതാണ് അവൻ്റെ മഹത്തായ നിക്ഷേപം. ഭരതൻ എന്നേക്കാൾ ചെറുപ്പമാണ്. അതുകൊണ്ട് കുമാരൻ്റെ മുമ്പിൽ വെച്ച് അവനെ പുകഴ്ത്തുന്നതിൽ എനിക്ക് മടിയുണ്ട്. ഭരതൻ മനസ്സിലുള്ളതൊക്കെ ഇപ്പോൾ തുറന്നു പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് രാമൻ വസിഷ്ഠനെ നമസ്കരിച്ചു സ്വസ്ഥാനത്തിരുന്നു. വസിഷ്ഠൻ ഭരതന് നേരെ തിരിഞ്ഞു. കാരണം അദ്ദേഹത്തിന് നേരിട്ട് രാമനോട് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഭരതനാണ് ഭരണകർത്താവായിരിക്കേണ്ടവൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാ മടിയും സംശയങ്ങളും ഉപേക്ഷിക്കൂ. രാമൻ നിന്റെ ജ്യേഷ്ഠനാണ്. രാമന് അളവറ്റ ദയാലുത്വമുണ്ട്. നിന്റെ ഹൃദയം തുറന്നു കാട്ടൂ. മനസ്സിലുള്ളതെല്ലാം രാമനോട് പറയൂ. മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വസിഷ്ഠൻ രാമൻ്റെ മനസ്സ് ചൂഴ്ന്നിറങ്ങി പരിശോധിക്കുന്നുവെന്നും അവരിരുവരും തന്നെ സഹായിക്കുവാനും തൻ്റെ ആഗ്രഹം സാധിപ്പിക്കുവാനും അനുകൂല സ്വഭാവമുള്ളവരാണെന്നും ഭരതന് തോന്നി. ഭരതന് സന്തോഷമായി. ഭരതൻ അവരുടെ മുൻപിൽ നിശ്ചലനായി നിന്നു. താമരദളം പോലെ ചുവന്നു ശോഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ നിന്നും ബാഷ്പം പ്രവഹിച്ചു. പാദരായ മഹർഷി പറയേണ്ടതെല്ലാം രാമനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി അദ്ദേഹം സമർപ്പിച്ച അഭ്യർത്ഥനയിൽ കൂടുതലായി എനിക്ക് പറയാൻ എന്താണ് അവശേഷിക്കുന്നത്? എൻ്റെ രാമൻ്റെ പ്രകൃതിയെപ്പറ്റി എനിക്ക് പരിപൂർണമായി അറിയാം. തെറ്റു ചെയ്യുന്നവരോട് പോലും രാമന് ദേഷ്യമില്ല. അദ്ദേഹത്തിന് എന്നോട് അതിരറ്റ സ്നേഹമുണ്ട്. അതെനിക്ക് നിഷേധിക്കാനാവില്ല. ഞാൻ അവിടുത്തെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ലജ്ജാബോധം എന്നെ നിശബ്ദനാക്കുന്നു. എന്നാലും എനിക്ക് അവിടുത്തോടുള്ള സ്നേഹം മൂലം അവിടുത്തെ ദർശനത്താൽ എന്നെ സന്തുഷ്ടനാക്കുന്നു. എത്ര നേരം ആ തേജോമയനിൽ നോട്ടം ഉറപ്പിച്ചു നിർത്തിയാലും മിഴികൾ മതി വരുന്നില്ല. രാമനോട് എൻ്റെ സ്നേഹം ഈശ്വരന് സഹിക്കാൻ കഴിഞ്ഞില്ല. സഹോദരനും തമ്മിൽ ഇത്രത്തോളം സ്നേഹം ഉണ്ടാവുന്നത് അവിടത്തേക്ക് പുറത്തുകൂടായിരുന്നു. അതുകൊണ്ട് ഈശ്വരൻ ഈ ദുരിതമുണ്ടാക്കി. ഈ ദുരിതം നടപ്പിൽ വരുത്തുന്നതിന് എൻ്റെ അമ്മയെ തന്നെ ഉപകരണമാക്കി. ഇത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ബഹുമതിയോ യോഗ്യതയോ ഉണ്ടാവുകയില്ല എന്നറിയാം. കുറ്റം സ്വന്തം അമ്മയിൽ ചുമത്തിക്കൊണ്ട് എൻ്റെ മേന്മ എനിക്കെങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? ഒരാൾ താൻ അപരാധിയല്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ പ്രസ്താവം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സത്യമാവണമെന്നുണ്ടോ? എൻ്റെ മാതാവ് ദുർബല ചിത്തയാണെന്നോ അല്ലെങ്കിൽ ഞാൻ നല്ലവനും ബുദ്ധിമാനുമാണെന്നോ പ്രഖ്യാപിക്കാൻ എനിക്ക് മടിയുണ്ട്. അങ്ങനെ പറയുവാൻ ഞാൻ അധീരനാണ്. കുളത്തിൽ വളരുന്ന ചിപ്പിക്കുള്ളിൽ മുത്തു വളരുമോ? എൻ്റെ ദുഃഖത്തിനു വേണ്ടി ഞാൻ അന്യരെ പഴിക്കുന്നതിന് എൻ്റെ ദൗർഭാഗ്യം സമുദ്രം പോലെ വിസ്തൃതമാണ്. ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടായത് പാപങ്ങളുടെ ഫലമായിട്ടാണ്. വല്ല മാർഗങ്ങൾ കൂടിയും 4 ദിക്കുകളിലേതെങ്കിലും ഒന്നിലേക്ക് ഈ സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ആലോചിച്ചു വരികയാണ്. അതിന് ഒരു വഴി മാത്രമുണ്ടെന്ന് ഞാൻ കാണുന്നു. മഹാനായ വസിഷ്ഠ മഹർഷിയാണ് എൻ്റെ ഗുരുനാഥൻ. സീതാരാമന്മാർ എന്നിൽ പരമാധികാരമുള്ളവർ. അതെല്ലാം കൊണ്ട് എനിക്ക് നന്മയേ വരൂ എന്ന വിശ്വാസം എനിക്കുണ്ട്. പ്രഭു, ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. രാമ, അങ്ങയുടെ ദാസൻ്റെ ഈ ഒരു ആഗ്രഹം മാത്രം നിറവേറ്റൂ. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ദശരഥ ചക്രവർത്തിയുടെ 4 മക്കളാണ്. അതുകൊണ്ട് ഈ 4 പേരും അവരുടെ അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാൻ തുല്യമായ കടമയുള്ളവരാണ്. ഈ 4 മക്കളോടും പിതാവിന് തുല്യ സ്നേഹമാണുള്ളത്. അച്ഛൻ്റെ കൽപ്പനകൾ ഒരു മകനോ മറ്റൊരു മകനോ മാത്രം അനുസരിക്കുക എന്ന പരിമിതിയോ നടപടിക്രമമോ ഇല്ല. അങ്ങ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം വഹിച്ചു. ഇനി നാടുകടത്തലിൻ്റെ ഭാരം വഹിക്കേണ്ട ഊഴം ഞങ്ങളുടേതാണ്. സീതയും രാമനും ലക്ഷ്മണനും അയോധ്യയിലേക്ക് തിരിച്ചു പോകുക. ശിക്ഷ അവസാനിക്കുന്നതുവരെ നാടുകടത്തപ്പെട്ടവർ എന്ന നിലയിൽ ഞങ്ങൾ ഇരുവരും കാട്ടിൽ കഴിയാം. ഈ വരം ഞങ്ങൾക്ക് അനുവദിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇത്രയും പറഞ്ഞ് ഭരതൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. ഭരതൻ്റെ പ്രാർത്ഥന കേട്ട് വസിഷ്ഠൻ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. രാമൻ ഈ വാദത്തിന് വിധേയനായില്ല. അദ്ദേഹം പറഞ്ഞു, ഭരത, നിന്റെ ചിന്താരീതി നീ വിചാരിക്കുന്നത് സാധുവാണെന്ന് തോന്നുന്നില്ല.
അപ്രകാരം പ്രവർത്തിക്കുക ശരിയല്ല. ഇതൊഴിച്ച് വേറെ എന്തിനെങ്കിലും എന്നോട് ആവശ്യപ്പെടൂ. ഭരതൻ മറുപടി പറഞ്ഞു, ജ്യേഷ്ഠ, ഈ സ്ഥിതിയിൽ എന്നെയും അനുജനെയും ലക്ഷ്മണൻ ചെയ്യുന്നത് പോലെ അങ്ങയുടെ കൂടെ ഒന്നിച്ചിവിടെ കഴിയാനും അങ്ങയെ സേവിക്കാനും അനുവദിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്ക് സമഗ്രവും സംതൃപ്തികരവുമായ ഒരു പവിത്ര ജീവിതമായിരിക്കും. രാമൻ ഈ അപേക്ഷ സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഭരത, എനിക്കും അതുപോലെ നിനക്കും പിതുരാജ്ഞ അലംഘനീയമാണ്. അതിൻ്റെ മുമ്പാകെ നമുക്ക് ആദരപൂർവ്വം തലകുനിക്കാതെ നിവർത്തിയില്ല. മാത്രമല്ല, അത് യാതൊരു പിറുപിറുപ്പും കൂടാതെ നിറവേറ്റുകയും വേണം. നമുക്ക് രണ്ടാൾക്കും ഒന്നേ ചെയ്യാനുള്ളൂ. എനിക്ക് നൽകിയ കൽപ്പനകൾ ഞാൻ അനുസരിക്കുകയും നിനക്ക് കിട്ടിയ കൽപ്പനകൾ നീ അനുസരിക്കുകയും ചെയ്യുക. ആവശ്യമില്ലാത്ത സംഭാഷണത്തിൽപ്പെട്ട് ദിവസങ്ങൾ ചെലവഴിക്കുകയും പ്രതീക്ഷയുമായി ഇത്രയും ദൂരം നടന്നിവിടെ എത്തിയ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുകയും ചെയ്യരുത്. നിനക്ക് ലഭിച്ച അയോധ്യയിലേക്ക് ജനങ്ങളോടൊപ്പം പോകൂ. രാജ്യം നിഷ്ഠയോടുകൂടി ഭരിക്കൂ. എനിക്ക് നൽകപ്പെട്ട ഈ രാജ്യം കാത്തു രക്ഷിച്ചുകൊണ്ട് നീതിനിഷ്ഠയോടെ ഞാനും പ്രവർത്തിക്കാം. ഭരതനോ മറ്റാർക്കും തന്നെയോ രാമൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരായി ഒരു പ്രസ്താവനയോ വാദമോ ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അവലംബിക്കാനുള്ള ഒരു ശരിയായ മാർഗം എന്ന നിലയിൽ അവർക്കത് സ്വീകരിക്കേണ്ടി വന്നു. ഭരതൻ ദുഃഖാധീനനായി. അദ്ദേഹം വിലപിച്ചു. രാമനും സീതയും ലക്ഷ്മണനും തൻ്റെ ശത്രുക്കളാണെന്ന് കരുതിയ ഒരമ്മയുടെ മകനായി ജനിക്കാനിടയായ എൻ്റെ മേലല്ലാതെ മറ്റാരുടെ മേൽ ഈശ്വരൻ ഇത്രയും അസഹ്യമായ ഹൃദയവേദന ഏൽപ്പിക്കാൻ കഴിയും? അതേ ജ്യേഷ്ഠ, രാജ്യഭ്രഷ്ടരെന്ന നിലയിൽ രാമനും സീതയും ലക്ഷ്മണനും വനത്തിലാണെന്ന് ഞാൻ കണ്ടു. കല്ലിൽ നിന്നും മുള്ളിൽ നിന്നും കാലടികളെ രക്ഷിക്കാൻ യാതൊന്നുമില്ലാതെ നഗ്നപാതനായി അങ്ങ് കാട്ടിലേക്ക് നടന്നുപോയി. ആ വാർത്ത കുന്തമുനകൾ പോലെ എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. എന്നിട്ടും ഞാൻ ജീവിച്ചു പോകുന്നു. ഈ ആപത്തുകൾക്കെല്ലാം കാരണഭൂതൻ ഞാനാണ്. പക്ഷേ പാപിയായതിനാൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഇതിന് എത്രയോ മുമ്പേ തന്നെ ഞാൻ എൻ്റെ ശരീരം വലിച്ചെറിയേണ്ടതായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനെതിരായി ഞാൻ നീങ്ങുന്നു എന്ന് സംശയിച്ചുകൊണ്ട് എന്നെ അയോധ്യയിൽ എതിരിടാൻ യുദ്ധത്തിൽ എതിരിടാൻ ഗുഹൻ തയ്യാറായപ്പോഴും ഈ ശരീരത്തിൽ എൻ്റെ ശ്വാസം ബലമായി നിലനിന്നു. കഷ്ടം, പണ്ടത്തേക്കാൾ കഠിനമാണ് എൻ്റെ ഹൃദയം. ഈ അടികളൊക്കെ ഏറ്റിട്ടും അത് പൊട്ടിത്തകരാത്തതിന് കാരണം അതാണ്. ഞാൻ കാരണമായുണ്ടായ ഈ ദുരന്തത്തിൻ്റെ നേരെ ഞാൻ ശാന്തതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്രയും അധികം ആഘാതം സഹിച്ച് നിൽക്കത്തക്കവണ്ണം എൻ്റെ ജീവിതം അത്രയും ദൗർഭാഗ്യകരമാണ്. വിഷത്തിൻ്റെ കാര്യത്തിൽ തേളുകളും പാമ്പുകളും പോലും ലജ്ജിക്കും. കാരണം ഭയങ്കരമായ വിഷം ഉള്ളിലുള്ളവളാണ് എൻ്റെ അമ്മ. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മകനായ എന്നെ എങ്ങനെയാണ് എൻ്റെ വിധിയുടെ ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വരൻ അനുവദിക്കുക? ഇങ്ങനെ ഭരതൻ സ്വയം പീഡനാനുഭവങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ പൗരന്മാർ, രാജ്ഞിമാർ, മഹർഷിമാർ, മറ്റുള്ളവർ എല്ലാം അദ്ദേഹത്തിൻ്റെ ദുഃഖം, പശ്ചാത്താപം, വിനയം, ബഹുമാനം, ഭ്രാതൃസ്നേഹം എന്നിവ വീക്ഷിച്ചുകൊണ്ട് ഹിമത്തിൽ പതിച്ച താമരപ്പൂക്കളെ പോലെ പീഡിതരായി. ഭരതൻ ഈ വിഷാദത്തിൽ നിന്നും വിമുക്തി നേടത്തക്ക വിധം അവർ പുരാണത്തിലെ പല സംഭവങ്ങളും അദ്ദേഹത്തെ അനുസ്മരിപ്പിച്ചു. അനന്തരം രാമൻ ഭരതനെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അനുജ, നീ ഇങ്ങനെ നിരാശയ്ക്ക് വിധേയനാകുന്നതെന്തിനാ? നിന്റെ വ്യസനം വെറുതെയാണ്. വിധി മാറ്റി എഴുതിക്കൂടാ. എല്ലാ കാലത്തും എല്ലാ ദേശത്തും നല്ലവരാലും സദാചാര നിഷ്ഠയിലുള്ളവരാലും നീ ആദരിക്കപ്പെടും. നിന്നിൽ കുടിലത്വം ആരോപിക്കുന്നവർ ഇവിടെയും ഭാവിയിലും ദുരിതമനുഭവിക്കും. പിന്നെ അമ്മയെപ്പറ്റി കുറ്റാരോപണം ചെയ്യുന്നവർ ഗുരുഭൂതന്മാരുടെ പാദാന്ത്യത്തിൽ വച്ചോ സജ്ജനങ്ങളുടെ സമാജത്തിൽ വച്ചോ ശരിയായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത നിർഭാഗ്യവാന്മാർ മാത്രമേ ഈ കുറ്റം ചെയ്യുകയുള്ളൂ. ഭരത, നിന്റെ നാമം ദീർഘകാലം സ്മരിക്കപ്പെടും. ആ നാമം സ്മൃതിയിൽ കൊണ്ടുവരുന്നവർ അതിൻ്റെ അദൃശ്യമായ സ്വാധീനം കൊണ്ട് തങ്ങളുടെ തിന്മകളെ ദൂരീകരിക്കാൻ പ്രാപ്തരായിത്തീരും. ഈ ലോകത്ത് യശസ്സും പരലോകത്ത് ആനന്ദവും അനുഭവിക്കും. നിന്റെ ആദർശങ്ങളും നിന്റെ ഭരണവും ലോകത്തെ താങ്ങി നിർത്തും.
ഭരത, വിദ്വേഷവും പ്രേമവും ഹൃദയത്തിൽ അമർത്തിവെക്കാനോ ഒളിച്ചു വയ്ക്കാനോ സാധ്യമല്ല. അവയെ ഹൃദയത്തിൽ തന്നെ ബന്ധിച്ച് നിർത്താൻ ചെയ്യുന്ന തന്ത്രങ്ങളൊന്നും വകവയ്ക്കാതെ അവയുടെ ആവശ്യങ്ങൾ പ്രകടീകൃതമാവണം. എനിക്ക് നിന്റെ പ്രകൃതി നല്ല പോലെ അറിയാം. സത്യം ജയിക്കാനായി ചക്രവർത്തി എന്നെ നാട്ടിൽ നിന്നും അയച്ചു. എൻ്റെ വേർപാട് നിമിത്തമുള്ള ദുഃഖം സഹിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഇത്രയും മഹാനായ ഒരു പിതാവിൻ്റെ വാക്ക് എന്നെപ്പോലെയോ നിന്നെപ്പോലെയോ ഉള്ള ഒരു പുത്രൻ അനാദരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇനിയും മടിച്ചു നിൽക്കേണ്ടതില്ല. എന്നോട് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പറയൂ. നീ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കൂ. എന്നിട്ട് നിന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതല ഏറ്റെടുക്കൂ. അതാണ് നിനക്കുള്ള ഏറ്റവും ഉത്തമമായ മാർഗം. രാമൻ വളരെ ശക്തി കൊടുത്തുകൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞത്. ഭരതന് തൻ്റെ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളെപ്പറ്റി ഒന്നും പറയാൻ സൗകര്യമുണ്ടായില്ല. പക്ഷേ തൻ്റെ ഒരാവശ്യം, അവസാനത്തേത്, നിർബന്ധപൂർവ്വം അറിയിക്കുവാൻ തീരുമാനിച്ചു. രാമ, അവിടുന്ന് അപേക്ഷിച്ച രാജ്യം അങ്ങയുടെ നാടുകടത്തലിന് കാരണമാണെന്ന അവമതി വരുത്തിവെച്ച് അത് ഭരിക്കുവാൻ എനിക്കിഷ്ടമില്ല. എനിക്കതിനോട് സ്നേഹവുമില്ല. അങ്ങയുടെ ഇച്ഛയ്ക്ക്, അങ്ങയുടെ ആജ്ഞയ്ക്ക് എതിരായി പ്രവർത്തിക്കാൻ എനിക്ക് സാധ്യവുമല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുകയുമില്ല. അമർഷത്തിൻ്റെ ഒരു ലക്ഷണവുമില്ലാത്ത അങ്ങയുടെ പ്രേമപൂർണമായ ദൃഷ്ടി എന്നിൽ പതിപ്പിച്ചാൽ മതി. ഞാൻ അനുഗ്രഹീതനായി കണക്കാക്കും. ലക്ഷ്മണൻ അങ്ങയെ വളരെ കാലമായി സേവിക്കുന്നു. അദ്ദേഹത്തെ ശത്രുഘ്നോടൊപ്പം അയോധ്യയിലേക്ക് അയച്ചാലും അവിടുത്തെ പാദത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള അനുവാദം എനിക്ക് നൽകുകയും ചെയ്യുക. ഇത് നന്മയും ശ്രേയസ്സും ഉണ്ടാക്കും. ലക്ഷ്മണൻ ഭരണവിദഗ്ധനാണ്. അദ്ദേഹത്തിന് ഭരണത്തിലെ എല്ലാ രംഗങ്ങളിലും വിവേകപൂർണമായും ഭംഗിയായും സാമ്രാജ്യഭരണം നടത്തുവാൻ കഴിയും. അങ്ങനെ അന്തരിച്ച പിതാവിൻ്റെ ആത്മാവിന് ആശ്വാസം പ്രദാനം ചെയ്യാനും കഴിയും. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കൂ. എന്നെ അങ്ങയുടെ കൂടെ നിർത്തൂ. എൻ്റെ അപേക്ഷ നിരസിക്കാതിരിക്കൂ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ പുറത്താക്കാതിരിക്കൂ. ഈ രീതിയിൽ ദയനീയമായി അപേക്ഷിച്ചുകൊണ്ട് ഭരതൻ രാമൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. അല്ലെങ്കിൽ ഭരതൻ തുടർന്നു, സദയം സീതയോടൊന്നിച്ച് അയോധ്യയിലേക്ക് മടങ്ങി അവിടെ താമസിക്കുക. ഞങ്ങൾ 3 സഹോദരന്മാരും കാട്ടിൽ കഴിയാം. അങ്ങ് എന്തുദ്ദേശിക്കുന്നുവോ അതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ ജീവിതം നയിക്കുകയും ചെയ്യാം. അതിന് പകരം അങ്ങ് രാജകീയ ഭാരം എന്നിൽ കെട്ടിയേൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഭാരം താങ്ങി ജീവിക്കാനാവില്ല. അവിടുത്തെ സന്നിധിയിൽ എന്നെ നിർത്തി സാമ്രാജ്യത്തിനേക്കാൾ 1000 മടങ്ങ് കൂടുതൽ ഭാരം നൽകിക്കൊള്ളൂ. ഞാനത് സന്തുഷ്ടമായി ഉത്സാഹപൂർവ്വം ചുമക്കാം. എനിക്ക് ഭരണശാസ്ത്രത്തെ സംബന്ധിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ധർമ്മശാസ്ത്രങ്ങളിലും പിടിപാടില്ല. ദുഃഖനിമഗ്നായ ഒരാൾക്ക് യാതൊരു ജ്ഞാനവും പ്രകാശിക്കുകയില്ല എന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഭൃത്യൻ മറുപടി പറയുകയും യജമാനൻ അറിവില്ലായ്മ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ യജമാനൻ്റെ ലജ്ജയും കൂടി ലജ്ജിച്ചു പോകും. എന്നെ ആ നിലയ്ക്ക് ആക്കരുതേ രാമ. ഞാൻ എൻ്റെ ഹൃദയം തുറന്നു തന്ന് അതിൻ്റെ അടിത്തട്ടിലെ വികാരങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ലോകത്തിലെ ക്ഷേമം, പുരോഗതി പ്രാപിക്കണം എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞങ്ങളിൽ ഓരോരുത്തർക്കും പറ്റിയ ഉത്തമമായ പ്രവർത്തനഗതിയെ സംബന്ധിച്ചും അവിടുന്ന് സദയം തീരുമാനിച്ചാലും ഞങ്ങളുടെ ഉദ്ദേശത്തെപ്പറ്റി സംശയിക്കാതിരിക്കുക. അങ്ങയുടെ അനുഗ്രഹം എന്നിൽ വർഷിക്കുകയും കൽപ്പനകൾ നൽകുകയും ചെയ്യുക. ഞങ്ങൾ ഭക്തി ബഹുമാനങ്ങളോടുകൂടി തലകുനിക്കുകയും യാതൊരു മടിയും കൂടാതെ അവ നടപ്പിൽ വരുത്തുകയും ചെയ്യാം. ഭരതൻ്റെ വാക്കുകൾ ആ മഹാസദസ്സിൽ ആനന്ദമുയർത്തി. ശ്രോതാക്കളുടെ ഹൃദയം കരുണാർദ്രത കൊണ്ടും കൃതജ്ഞത കൊണ്ടും ഉരുകി. ഭരതൻ ജ്യേഷ്ഠനായ രാമനിൽ അർപ്പിച്ചിരുന്ന സ്നേഹത്തെയും വിശ്വാസത്തെയും അവർ അനേക രീതിയിൽ പുകഴ്ത്തി. അദ്ദേഹത്തിൻ്റെ അഗാധമായ ഭക്തി അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവരെല്ലാം ഏകസ്വരത്തിൽ അപേക്ഷിച്ചു, രാമ പ്രഭോ. ഭരതൻ്റെ അപേക്ഷ സ്വീകരിച്ചാലും ദശരഥ ചക്രവർത്തി പരലോകം പ്രാപിച്ചതോടൊപ്പം ദീർഘകാലമായി സ്ഥാപിതമായ പ്രഭാവവും ജനങ്ങളുടെ സുഖവും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ലോകം ദയനീയമായ വിധം അനാഥമായിരിക്കുന്നു. അയോധ്യ നിരാശപ്പെട്ട ഒരു അനാഥ ബാലനെ പോലെ കേണുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സ്വാമിയാൽ പരിത്യക്തയും ചരിത്രവതിയുമായ ഒരു സ്ത്രീയെപ്പോലെ അവൾ തൻ്റെ വിധിയെപ്പറ്റി വിലപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കൈകേയി
അവരെപ്പറ്റി നമ്മൾ എന്താണ് പറയേണ്ടത്? ദുഃഖം കരണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദയവുമായി അവർ ഇവിടെ നിൽക്കുകയായിരുന്നു. തൻ്റെ അപരാധങ്ങളെ പറ്റിയുള്ള ഒരു വിശദീകരണം എങ്ങനെ നൽകണമെന്ന് ചിന്തിച്ച് അവർ ഉത്കണ്ഠാപൂർണമായി. ക്ഷമായാചന ചെയ്യാനായി രാമനെ ഒറ്റയ്ക്ക് കിട്ടാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ വിജയിച്ചില്ല. അവർ തൻ്റെ മുഖം രാമനെ കാണിക്കാൻ തന്നെ ലജ്ജിച്ചു. താനിപ്പോൾ കണ്ടിട്ടുള്ള ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളുടെ അഭാവങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും താൻ വളരെയേറെ സ്നേഹിച്ച രാമനെ വിഷയമാക്കുവാൻ തനിക്കെങ്ങനെ കഴിഞ്ഞു എന്നവർ അത്ഭുതപ്പെട്ടു. രാമൻ അവരുടെ ശ്വാസമായിരുന്നു. രാമൻ എന്തെങ്കിലും ദ്രോഹമുണ്ടാക്കുന്നതിന് ഒരിക്കലും താൻ പ്രാപ്തയല്ല എന്നവർക്ക് തോന്നി. ഈ ദുഃഖകരമായ സംഭവങ്ങളുടെ പരമ്പര വരുത്തിക്കൂട്ടിയത് തന്നെ ബാധിച്ചിരുന്ന വല്ല ദുഷ്ടശക്തികളുടെ സ്വാധീനതയായിരിക്കണം എന്നവർ ഊഹിച്ചു. പക്ഷേ ഇതൊന്നും താൻ ചെയ്തതല്ല എന്ന് താൻ എത്ര ശക്തമായി സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ലോകം തനിക്കൊരിക്കലും മാപ്പ് തരികയില്ല എന്നവർ തന്നോട് തന്നെ പറഞ്ഞു. ഈ സംശയങ്ങളാലും ആശങ്കകളാലും പിച്ചി ചീന്തപ്പെട്ട കൈകേയി രാമനോട് സംസാരിക്കുന്നതിന് അശക്തയായി. ഈ ഭാരം തന്നിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റിക്കളയണമെന്ന ഉത്കണ്ഠ മൂലം അദ്ദേഹത്തിൽ നിന്നും അകന്നു പോകാനും അവർക്ക് സാധിച്ചില്ല. തളർന്ന് ദുർബലയായി ഭയന്ന് ഭഗ്നോത്സാഹനായി അവർ അവിടെ നിലകൊണ്ടു. രാമൻ അവരുടെ മാനസിക ശോഭ മനസ്സിലാക്കി. ശരിയായ സമയം കിട്ടിയപ്പോൾ അവരുടെ പാദങ്ങൾ നമസ്കരിച്ച് തൻ്റെ ഭക്ത്യാദരങ്ങൾ അർപ്പിക്കുന്നതിനായി അവരുടെ അടുത്തേക്ക് നീങ്ങി. ഈ അവസരത്തിന് കാത്തിരിക്കുകയായിരുന്നു കൈകേയി. അവർ രാമൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. കുഞ്ഞേ, നീ എന്നെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവനാണ്, എൻ്റെ മകനാണ്. പക്ഷേ എന്നിട്ടും നിന്റെ സദ്ഗുണങ്ങളാലും ജ്ഞാനത്താലും നീ സർവ്വലോകത്തിൻ്റെയും നാഥനാകുന്നു. നിന്റെ പാദങ്ങൾ എൻ്റെ കയ്യാൽ ഗ്രഹിക്കുമ്പോൾ ഞാൻ തെറ്റല്ല ചെയ്യുന്നത്. വരൂ, അയോധ്യ ഭരിക്കൂ, എൻ്റെ പാപം ക്ഷമിക്കൂ. ഞാൻ എന്നിൽ തന്നെ വരുത്തിക്കൂട്ടിയ അവമതിയിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നതിന് അതിനു മാത്രമേ കഴിയുകയുള്ളൂ. അതിന് നിവൃത്തിയില്ലെങ്കിൽ ഭരതനെ നിന്റെ പാദത്തിൽ നിന്റെ സന്നിധിയിൽ നിർത്തൂ. ആ വരമെങ്കിലും എനിക്ക് നൽകൂ. ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അതെനിക്ക് മനഃശാന്തി നൽകും. ഈ ആഗ്രഹം സാധിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കണമെന്നില്ല. ആ 2 വരങ്ങൾ ആവശ്യപ്പെട്ടതോർക്കുമ്പോൾ ഞാനിപ്പോൾ നടുങ്ങിപ്പോകുന്നു. ഏറ്റവും ദുഷ്ടയായ രാക്ഷസി പോലും ചെയ്യാത്തതാണത്. കൈകേയ രാജാവിൻ്റെ പുത്രിയായിരിക്കുമ്പോഴാണോ ഞാനവ ആവശ്യപ്പെട്ടത്? അല്ല, ഏതെങ്കിലും പിശാച് എന്നെ ബാധിച്ചിരുന്ന ഘട്ടത്തിലായിരിക്കുമോ? ഏതെങ്കിലും നീചഗ്രഹ സ്വാധീന വലയത്തിൽപ്പെട്ടിട്ടാണോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എനിക്കൊന്നും പറയാനും തോന്നുന്നില്ല. രാമൻ്റെ കരങ്ങൾ ദൃഢമായി പിടിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ വിലപിച്ചു. അവരുടെ ദുസ്ഥിതി കണ്ട് രാമൻ കണ്ണുനീർ തൂകി. അദ്ദേഹം മൃദുവും മധുരവുമായ വാക്കുകളാൽ അവരെ സാന്ത്വനപ്പെടുത്തി. രാമൻ പറഞ്ഞു, അമ്മേ, അമ്മ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കാക്കക്കൂട്ടം പോലെയാണ് ജനക്കൂട്ടം. നിയമവും കാരണവും കൂടാതെ അവ ഉച്ചത്തിൽ പരുഷമായി കാക്ക എന്ന് കരയും. ആളുകൾ സത്യാവസ്ഥ അറിയുവാൻ ശ്രമിക്കുന്നില്ല. സ്വന്തം അജ്ഞതയാൽ അവർ തോന്നിയ പോലെ അസംബന്ധം പറയും. പ്രത്യാഘാതങ്ങളെപ്പറ്റി പരിപൂർണമായി മനസ്സിലാക്കിയിട്ടല്ല അമ്മ ആ വരങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ സംഭവിക്കണമെന്നാണ് ഞാൻ ഇച്ഛിച്ചത്. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം ഞാൻ ചെയ്യാനിരിക്കുന്ന ജോലിയും പൂർത്തീകരിക്കുന്നതിനും വേണ്ടി അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അമ്മ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല മാതാവേ. എൻ്റെ പ്രവർത്തന പദ്ധതിക്ക് ദേവി ചെയ്ത സഹായത്തിന് ആദ്യമായി തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് പകരം ഇത്രയും അഭ്യർത്ഥനാരൂപത്തിൽ ദേവിയെ കൊണ്ട് സംസാരിപ്പിച്ചതിൽ ഞാൻ വളരെ പശ്ചാത്തപിക്കുന്നു. കഴിഞ്ഞ സംഭവങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ട. കാരണം അത് എൻ്റെ പ്രവൃത്തിന്മേൽ നിഴൽ വീശും. അതുവഴി എൻ്റെ ദിവസങ്ങൾ അശുഭങ്ങളാവുകയും ചെയ്യും. എന്നെ അനുഗ്രഹിക്കൂ അമ്മേ. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ എന്നിൽ ചൊരിയൂ അമ്മേ. എന്നെ അനുഗ്രഹിക്കൂ. രാമൻ ഇങ്ങനെ അപേക്ഷിച്ച് കൈകേയിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ്റെ അമൃതമയമായ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയിക്ക് അല്പം സ്വാസ്ഥ്യം ലഭിച്ചു. കൗസല്യയും സുമിത്രയും ഈ സംഭാഷണം കേട്ടു. കൈകേയിയെ ദേവീച്ചയുടെ നിരപരാധിയായ ഉപകരണം മാത്രമായിരുന്നുവെന്നവർക്ക് മനസ്സിലായി. അവരും കൈകേയിയെ സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രാമൻ സിംഹാസനം സ്വീകരിക്കണമെന്നും സീത അയോധ്യയിലെ ചക്രവർത്തിനിയാകണമെന്നും ലക്ഷ്മണ ശത്രുഘ്നന്മാർ രാമനെ സേവിച്ചുകൊണ്ട് രാജധാനിയിൽ സഹചാരികളായി കഴിയണമെന്നുമുള്ള തൻ്റെ ആഗ്രഹത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി അർത്ഥിക്കുകയും ചെയ്തു. ആ മഹനീയ രംഗം ദർശിക്കുകയും ആ ഹർഷോന്മാദത്തിൽ പങ്കാളിയാവുകയും ചെയ്തുകൊണ്ട്
മരണം വരത്താൻ ജീവിതം നയിക്കുകയും ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അവർ ഇക്കാര്യം പലവരും ആവർത്തിച്ചു. തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ അപേക്ഷിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചും അഭ്യർത്ഥിച്ചും ആശ്വസിപ്പിച്ചും വിശദീകരിച്ചും ദുഃഖം ശമിപ്പിച്ചും വിലപിച്ചും സാന്ത്വനപ്പെടുത്തിയും 4 പകലും രാവും കാട്ടിൽ കടന്നുപോയി. എല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: അയോധ്യയിലേക്ക് മടങ്ങാൻ രാമനെ പ്രേരിപ്പിക്കുക. ഒടുവിൽ രാമൻ കുലഗുരു വസിഷ്ഠനോടും ഭരതനോടും രാജ്ഞിമാരോടും പൗരന്മാരോടെല്ലാം നഗരിയിലേക്ക് മടങ്ങുവാൻ നിർദ്ദേശിച്ചു. ഈ ആജ്ഞ അവരെ നിരാശയിലാഴ്ത്തി. രാമനുള്ളിടം തങ്ങൾക്ക് ലക്ഷക്കണക്കിന് സ്വർഗങ്ങൾക്ക് തുല്യമാണെന്നവർ പറഞ്ഞു. ജനങ്ങൾ തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. ദൈവത്താൽ പരിത്യക്തരായവർ മാത്രമേ രാമനുള്ള വനത്തിൽ നിന്നും പുറംതിരിഞ്ഞു പോവുകയുള്ളൂ. അവർ തുടർന്നു: ഓ, ഇവിടെ ഞങ്ങളെ എത്ര മഹാഭാഗ്യമാണ് കാത്തിരിക്കുന്നത്! പുണ്യമന്ദാഗ്നിയിൽ സ്നാനം, വിശപ്പ് ശമിപ്പിക്കാൻ സ്വാദിഷ്ടമായ ഫലങ്ങൾ, നേത്രങ്ങൾക്ക് സമാകർഷവും ഹൃദയത്തിന് ആനന്ദപ്രദവുമായ സീതാരാമ ദർശനം. ഇത് തന്നെയാണ് സ്വർഗം. മറ്റെന്താണ് സുഖം? അവർ ഈ രീതിയിൽ പരസ്പരം സംസാരിച്ചു. ഇനി അവർ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചും രാമനെയും അയോധ്യയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അവരിൽ ഓരോരുത്തരും മധുരതരമായ പ്രേമത്തിൽ കുതിർത്തുകൊണ്ട് തങ്ങളുടെ മനസ്സിനടുത്തട്ടിലുള്ള ആഗ്രഹങ്ങളെ പ്രകാശിപ്പിച്ചു. ഒടുവിൽ ജ്ഞാനിയും വൃദ്ധനുമായ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു: ശരി, ഈ വനത്തിൽ രാമൻ്റെ ശുഭകരവും സന്തോഷപ്രദവുമായ സഹവാസത്തിന് നമുക്ക് ഭാഗ്യവും സുഹൃതവും ഉണ്ടെങ്കിൽ അവിടുന്ന് തീർച്ചയായും നമ്മളെ ഇവിടെ നിർത്തുന്നതിന് സമ്മതിക്കും. അതല്ല നമ്മുടെ വിധിയെങ്കിൽ നമ്മുടെ ദുർവിധി തന്നെ രാമൻ്റെ ഹൃദയത്തിന് കാഠിന്യം കൂട്ടും. അവിടുന്ന് നമ്മെ അയോധ്യയിലേക്ക് തിരിച്ചോടിക്കുകയും ചെയ്യും. രാമൻ നമ്മെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റാർക്ക് അതിന് കഴിയും? രാമസാന്നിധ്യത്തിൽ ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ ദിവസങ്ങൾ എവിടെ കഴിച്ചാൽ എന്താണ്? രാമനിൽ നിന്നകന്നാൽ നാം ജീവിക്കുന്ന ശവശരീരങ്ങൾ മാത്രമായിരിക്കും. അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും വികാരപൂർവ്വം പെട്ടെന്ന് പറഞ്ഞു: വാസ്തവം, വാസ്തവം. ഈ വാക്കുകൾ പരിപൂർണമായും ശരിയാണ്. ദശരഥ ചക്രവർത്തി ചരമഗതി പ്രാപിച്ചപ്പോൾ കുലഗുരു വസിഷ്ഠൻ ജനകന് ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ജനകൻ ഇത് കിട്ടിയ ഉടൻ തന്നെ തൻ്റെ രാജ്ഞിയായ സുനയനയോടൊപ്പം അയോധ്യയിൽ അനുശോചനത്തിനായി എത്തിച്ചേർന്നു. അവിടെ വെച്ച് അവർ സംഭവ വികാസങ്ങളെല്ലാം അറിഞ്ഞു. ഭരതൻ അയോധ്യയിലെത്തിയതിൽ പിന്നെ അമ്മമാരോടും കുലഗുരുവിനോടും ജനനേതാക്കന്മാരോടും ഒന്നിച്ച് ചിത്രകൂടത്തിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ ജനകനും അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയും അവരോടൊന്നിച്ചു പോയി. അവിടെ സീതയും രാമനെയും കാണുന്നതിന് അനുകൂലമായ ഒരു അവസരത്തിനു വേണ്ടി വളരെ നേരമായി കാത്തിരിക്കുകയായിരുന്നു അവർ. ഇതിനിടയിൽ സീതയുടെ അമ്മ കൗസല്യയെയും മറ്റു രാജ്ഞിമാരെയും കാണാൻ സൗകര്യമുണ്ടോ എന്നന്വേഷിക്കാൻ വേണ്ടി ഒരു പരിചാരികയെ അയച്ചു. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിൽ 11-ാം ദിവസമായിരുന്നു അത്. ആ ദിവസം രാജ്ഞി 3 പേരെയും കാട്ടിൽ കണ്ടു. കൗസല്യ അവർക്ക് സമാധാനങ്ങൾ അർപ്പിച്ചു. അവരോട് വളരെ ബഹുമാനപൂർവ്വം പെരുമാറി. അവർക്ക് രാസനം നൽകി. ജനകൻ്റെ പട്ടമഹിഷിയെ രാജ്ഞിമാർ കാണുന്നത് അന്നാദ്യമായിട്ടായിരുന്നു. സുനയന രാജ്ഞിക്ക് അയോധ്യയിലെ രാജ്ഞിമാരെ കൗസല്യയെയും സുമിത്രയെയും കൈകേയിയെയും കണ്ട ഉടനെ അവരുടെ പ്രേമപൂർവമായ സംഭാഷണത്തിലും ഉദാരമായ ആചാരങ്ങളിലും കരുണാർദ്രമായ സഹിത്വത്തിലും ഏറ്റവും കഠിനമായ വജ്രം പോലെ അലിഞ്ഞു പോകുമെന്ന് തോന്നി. അവരുടെ ശരീരം മെലിഞ്ഞതായും സങ്കടം കൊണ്ട് ശിരസ് നമ്രമായതും ആ രാജ്ഞി കണ്ടു. അവരുടെ ദൃഷ്ടികൾ നിലത്തുറപ്പിച്ചിരുന്നു. അവർ ശോകബാഷ്പം പൊഴിക്കുകയായിരുന്നു. സീതയെയും രാമൻ്റെയും സദ്ഗുണങ്ങളെപ്പറ്റി 3 രാജ്ഞിമാരും പുകഴ്ത്തി. ഹൃദയങ്ങളിൽ ദുഃഖത്തിൻ്റെ അലകൾ ഉയർന്നുവന്ന് കരച്ചിലും പുലമ്പലും അവരുടെ വാക്കുകൾ നിശബ്ദമാക്കി കളഞ്ഞു. അതുകൊണ്ട് അവർ സംഭാഷണം തുടരാൻ കഴിഞ്ഞില്ല. ശോകത്തിൻ്റെ ബഹിർഗമനം തടയാനും അവർക്ക് കഴിഞ്ഞില്ല. സുനയന രാജ്ഞിക്ക് സംസാരിക്കുവാൻ വാക്കുകൾ കിട്ടിയില്ല. ഒടുവിൽ അവർ പറഞ്ഞു: അമ്മേ, ഈ ഘട്ടത്തിൽ വ്യസനം കൊണ്ടെന്തു കാര്യം? ഈ വക്രഗതിയിൽ കാര്യങ്ങൾ തിരിച്ചുവിട്ടത് ഈശ്വരനാണ്. പാലിന്മേലുള്ള പാട മുറിക്കാനായി ഒരു വജ്രാന്തമായ കത്തി ഉപയോഗിച്ചു കളഞ്ഞു. നാം ജീവദായകമായ അമൃതത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, സ്വർഗീയ സുധ. പക്ഷേ നാം അത് കണ്ടിട്ടില്ല. അതിന് തുല്യമായ ശക്തിയുള്ള വിഷം കാണാൻ നമുക്കിടവന്നു.
കാക്കകൾ, കൊക്കുകൾ, കഴുകന്മാർ, കൂമന്മാർ മുതലായ പക്ഷികളെ മാത്രമേ നമുക്ക് കണ്ടു പരിചയമുള്ളൂ. മാനസ സരസിലെ ദിവ്യഹംസത്തെ പറ്റിയുള്ള ദർശനാനുഭവം നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. രാജ്ഞിമാരെ, വിധിയുടെ ലീലാവൈരുദ്ധ്യങ്ങൾ കൊണ്ടും അസംബന്ധങ്ങളെ കൊണ്ടും നിറഞ്ഞതാണ്. കുട്ടികളുടെ തന്നിഷ്ടമായ കേളികളെ പോലെ അത് മുൻകൂട്ടി പ്രവചിക്കാൻ അസാധ്യമാണ്. ഇപ്രകാരം രാജ്ഞിമാരെ സമാശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നിടയിൽ അവരുടെ കണ്ണുനീർ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടുകൊണ്ട് കൗസല്യ പറഞ്ഞു, ഓ സുനയനെ, ഇതൊരു പ്രത്യേക വ്യക്തിയുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല. ആളുകളുടെ സ്വന്തം കർമ്മത്തിൻ്റെ പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ എന്നിവയുടെ ഫലമാണ്. സുഖവും ദുഃഖവും ലാഭവും നഷ്ടവുമൊക്കെ ആവശ്യമനുഭവത്വവും കൃത്യം, കർമ്മം, ശുഭാശുഭം എന്ന് പറഞ്ഞിട്ടില്ലേ? നല്ലതായാലും ചീത്തയായാലും എന്ത് കർമ്മം ചെയ്തിട്ടോ അതിൻ്റെ ഫലങ്ങൾ ഇഷ്ടമായാലും അനിഷ്ടമായാലും അനുഭവിക്കേണ്ടി വരും. കർമ്മത്തിൻ്റെ കഷ്ടതാപൂർണമായ ഗതി ഈശ്വരന് മാത്രം അറിയാം. പ്രവൃത്തിക്കനുസരിച്ച് ഫലങ്ങൾ അവിടുന്ന് നൽകുന്നു. ഈ ദൈവീകമായ കൽപ്പന ഓരോരുത്തരും ശിരസാ വഹിക്കുന്നു. അല്ലയോ രാജ്ഞി, നമ്മൾ വ്യാമോഹത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. നാം വെറുതെ ദുഃഖത്തിന് വിധേയരാകുന്നു. നമ്മൾ ദുഃഖിക്കുമ്പോൾ അതീത ജന്മങ്ങളിൽ നാം നേടി സൂക്ഷിച്ചു വെച്ച നന്മ നമ്മെ വിട്ടുകളയുന്നത് എന്തുകൊണ്ടാണ്? ലോകാരംഭത്തിന് മുമ്പ് തന്നെ ലോകത്തിൻ്റെ ആധിപത്യം വഹിച്ച കാര്യകാരണ നിയമം നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുവാൻ കഴിയുമോ? അതൊരു ഭ്രാന്തമായ മോഹമാണ്. കൗസല്യ സമാശ്വാസത്തിനുള്ള അവരുടെ ശ്രമം അനേകം ദീർഘശ്വാസങ്ങളോടെ അവസാനിപ്പിച്ചു. അവർ അവസാനിപ്പിച്ചപ്പോൾ സുനയന പറഞ്ഞു, അമ്മമാരെ, അപൂർവവും ചില ഭരണാധികാരികൾക്ക് മാത്രമുള്ള പുണ്യകരമായ ഗുണോത്കർഷത്തിൻ്റെ യശസ് ദശരഥ ചക്രവർത്തിക്ക് ലഭിച്ചതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും വളരെ ഭാഗ്യവതികളാണ്. അത്രയും ശ്രേഷ്ഠനായ ഒരു മഹാപുരുഷന്റെ പത്നിമാരാണ് നിങ്ങൾ. കാരുണ്യപൂർവ്വം എല്ലാ ജീവരാശികളെയും സമാശ്ലേഷിക്കുന്ന ഹൃദയമുള്ള രാമൻ്റെ, ധർമ്മത്തിൻ്റെയും പ്രേമത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ രാമൻ്റെ ജനേത്രികളാണ് നിങ്ങൾ. നിങ്ങൾ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അനശ്വരമായ യശസ് നേടിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞത് പരമസത്യമാണ്. ചുമരിൽ വയ്ക്കപ്പെട്ട ഒരു കാവടിയിൽ മുമ്പിലും പിമ്പിലും രണ്ടറ്റത്തും തുല്യമായ തൂക്കത്തിൽ ബന്ധിക്കപ്പെട്ടുള്ള രണ്ട് പാത്രങ്ങളാണ് സുഖവും ദുഃഖവും. ഓരോരുത്തരും രണ്ടും തുല്യ പങ്കായി വഹിക്കേണ്ടതാണ്. ഒരാൾക്ക് ദുഃഖമില്ലെങ്കിൽ സുഖം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ? ന സുഖാത് ലഭ്യതേ സുഖം. സുഖത്തിൽ നിന്നും സുഖം ഉണ്ടാവുകയില്ല. ശരിയല്ലേ? കൗസല്യ പൊട്ടിക്കരച്ചിടയിൽ ദുഃഖസ്വരത്തിൽ പറഞ്ഞു, സീതയും രാമനും ലക്ഷ്മണനും കാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അനേകം ആപത്തുകൾ ഉണ്ടാകും. ഭരതന് രാമനിൽ നിന്നുള്ള വിരഹം അതിജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നെനിക്കറിയാം. എനിക്ക് സീതയും രാമനെയും ലക്ഷ്മണനെയും കാണുമ്പോഴുള്ളതിനേക്കാൾ വേദന കൂടുതലാവുന്നത് ഭരതനെ കാണുമ്പോഴാണ്. ഭരതനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ഭയം മുറുകുന്നു. ഇത് ശരിയാണെന്ന് സുമിത്രയും കൈകേയിയും സമ്മതിച്ചു. അവരും ഭരതൻ്റെ സ്ഥിതി കണ്ട് ഭയാക്രാന്തരായിരുന്നു. പിന്നീട് സുമിത്ര സംസാരിച്ചു, അമ്മേ, അങ്ങയുടെ അനുഗ്രഹങ്ങളും ശുഭാശംസകളും വഴി ഞങ്ങളുടെ പുത്രന്മാരും പുത്രവധുക്കളും ഗംഗയെപ്പോലെ പവിത്രമായിട്ടുള്ളവരാണ്. ഭരതൻ ഇതുവരെ രാമൻ്റെ സഹോദരനാണെന്ന് സ്ഥാപിച്ച് അദ്ദേഹത്തിൽ നിന്നും ഒന്നും അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സാത്വികവും നീതിയുക്തവുമായ രീതിയിൽ തൻ്റെ ആഗ്രഹങ്ങൾ ജ്യേഷ്ഠൻ നിറവേറ്റണമെന്നാവശ്യപ്പെടുകയാണ്. വിനയം, ഹൃദയവിശാലത, ഭ്രാതൃബന്ധം, വിശ്വാസത്തിൽ തന്നെ അയവ് വരുത്തുവാൻ സാധിക്കായ്മ ഭരതനെ മഹാപുരുഷനാക്കുന്നു. ഈ ഗുണങ്ങൾ വർണ്ണിക്കുന്നതിനുള്ള ജോലി ഏറ്റെടുക്കാൻ വിദ്യയുടെ അധിഷ്ഠാനമൂർത്തിയായ സരസ്വതി പോലും മടിക്കുന്നു. കക്ക കൊണ്ട് സമുദ്രത്തെ അളക്കാനാകുമോ? ഭരതൻ എല്ലായ്പ്പോഴും ഏതവസ്ഥകളിലും രാജവംശത്തിൻ്റെ ഉജ്ജ്വല ദീപമാണ്. ജനങ്ങൾ ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നു മാത്രം. രത്നക്കല്ലിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന് മുമ്പ് അത് നല്ലതുപോലെ പരിശോധിക്കണം.
ഉരകല്ലിന്മേൽ ഉരച്ചു നോക്കിയതിന് ശേഷമേ സ്വർണത്തിൻ്റെ അകൃത്രിമത്വം മാറ്റും അറിയാൻ ആവും. ഈ ഘട്ടത്തിൽ നാം നിരാശാജനകമായ രീതിയിൽ അവരെപ്പറ്റി സംസാരിക്കാതിരിക്കുക. ദുഃഖവും പുത്രബന്ധവും നമ്മുടെ കാരണബുദ്ധിയെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. ആശ്വാസജനകവും വിവേകപൂർണവുമായ ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ സുമിത്ര കണ്ണുനീർ തുടച്ചു. അവരുടെ വാക്കുകൾ കേട്ട് മിഥിലാരാജ്ഞിയായ സുനൈന സ്വയം ഇങ്ങനെ ചിന്തിച്ചു: അയോധ്യയിലെ ഈ രാജ്ഞിമാർ യഥാർത്ഥത്തിൽ വളരെ മഹത്വമുള്ളവരാണ്. കുലീനതയിൽ ഒരാൾ മറ്റൊരാൾക്കു മേലെ ആണെന്ന നിലയിൽ സാധാരണ അമ്മമാർ ചെയ്യാറുള്ളതുപോലെ അവർ സ്വന്തം മക്കളെ പുകഴ്ത്തി പറയുന്നില്ല. അവർ സപത്നിമാരുടെ പുത്രന്മാർക്കുള്ള ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നു. ഇത് ലോകത്തിൽ സാധാരണമായി കാണപ്പെടുന്ന സ്ത്രീകളുടെ പ്രകൃതിക്ക് ഘടകവിരുദ്ധമാണ്. എങ്ങനെയാണ് അവർ തങ്ങളുടെ ഭർത്താവിനെ മറ്റു ഭാര്യമാരിൽ ജനിച്ച മക്കളെ വർണ്ണിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്? ഈ രാജ്ഞിമാർ തങ്ങളുടെ മക്കളെയും മറ്റു രാജ്ഞികളുടെ മക്കളെയും വേറിട്ട് കാണാത്ത ഇവർ ലോകത്തിനു മുഴുവനും ആദർശമാകേണ്ട ഗൃഹസ്ഥകളാണ്. എന്തൊരു ഹൃദയ വിശാലത! പ്രേമാനുഭൂതിയിൽ എന്തൊരു പരിശുദ്ധിയും പരിപൂർണതയും! കൗസല്യ കുറച്ചൊരു ധൈര്യം സമാഹരിച്ചുകൊണ്ട് സുനൈനയോട് ഇപ്രകാരം പറഞ്ഞു: മിഥിലാരാജ്ഞി, നിങ്ങൾ ജ്ഞാനവാരിധിയായ ജനക ചക്രവർത്തിയുടെ പട്ടമഹിഷിയാണ്. നിങ്ങളെ ഉപദേശിക്കുവാൻ ആര് ധൈര്യപ്പെടും? ഞങ്ങൾ സ്വന്തം ആജ്ഞയിൽ എന്തൊക്കെയോ വിഡിത്തം പുലമ്പുകയാണ്. എന്നാലും ഞാൻ അപേക്ഷിക്കുന്നു, ജനക ചക്രവർത്തിയോട് കഴിയുന്നതും വേഗം അദ്ദേഹം സമയം കിട്ടുമ്പോൾ എൻ്റെ വാക്കുകൾ പറയുക. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ ഈ വാക്കുകൾ പറയുക. ഭരതനെ കുറേ കാലത്തേക്ക് ഒന്നിച്ചു നിർത്താൻ രാമനെ പ്രേരിപ്പിക്കുകയും സമ്മതിപ്പിക്കുകയും ചെയ്യുക. ലക്ഷ്മണൻ കുറേ കാലം രാമൻ്റെ സന്നിധിയിൽ കഴിഞ്ഞല്ലോ. അയോധ്യയിലെ പ്രവർത്തനങ്ങളുടെയും ഭരണകാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുവാൻ ലക്ഷ്മണനെ അയക്കട്ടെ. ഭരണപരമായ കാര്യങ്ങളുടെ നിർവഹണത്തിൽ ലക്ഷ്മണനെ സഹായിക്കാൻ ശത്രുഘ്നും നിർദ്ദേശം കൊടുക്കട്ടെ. ഇതിൽ രാമൻ സമ്മതിക്കുമെങ്കിൽ ശേഷിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹൃതമായിക്കൊള്ളും. ഭരതൻ്റെ സ്ഥിതി മാത്രമാണ് എനിക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്നത്. അവന് രാമനോടുള്ള ബന്ധവും സ്നേഹവും ആഴത്തിൽ വേരൂന്നിട്ടുള്ളതും ലോലവുമാണ്. ദശരഥൻ ചരമഗതി പ്രാപിച്ചു. രാമൻ വനത്തിൽ നിന്നും തിരിച്ചു പോവുകയുമില്ല. രാമനിൽ നിന്നുള്ള വിരഹം ഭരതനെ മൃത്യുവിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ സാമ്രാജ്യം ഒരു ജീവച്ഛവമായി ചുരുങ്ങും. ഭാവിയെ ചിത്രീകരിക്കുമ്പോഴും വരാനിരിക്കുന്ന വിപത്തുകളെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഭയം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും എൻ്റെ ഹൃദയം പിളരുന്നു. കൗസല്യ സുനൈന രാജ്ഞികളുടെ 2 കരങ്ങളും തൻ്റെ കൈകളിൽ പുറുക്കെ പിടിച്ച് ഈ കാര്യം നിറവേറ്റാനും ലക്ഷ്യം നേടാനും അവർക്കെല്ലാം ആനന്ദം നൽകുവാനും അപേക്ഷിച്ചു. കൗസല്യയുടെ നീതിന്യായ പദത്തിലുള്ള സ്ഥിരാവലംബനവും ഹൃദയം നിറഞ്ഞ സ്നേഹവും സുനൈന രാജ്ഞിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവർ പറഞ്ഞു: അമ്മേ, വിനയവും സദ്ഗുണങ്ങളും നിങ്ങളിൽ അകൃത്രിമമാണ്. അഗ്നിയിൽ ധൂമം പോലെയും പർവ്വത ശൃംഗങ്ങളിൽ പുഷ്പലതകൾ പോലെയും നിങ്ങളുടെ നന്മകളുടെയും കുലീനത്വത്തിൻ്റെയും നൈസർഗികമായ പ്രകടനങ്ങളാണവ. തീർച്ചയായും ജനക ചക്രവർത്തി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നിങ്ങളെ സഹായിക്കാൻ സദാ സന്നദ്ധനാണ്. പക്ഷേ ദീപത്തിന് സൂര്യനെ പ്രകാശിപ്പിക്കാനാകുമോ? ദേവന്മാർക്ക് വേണ്ടിയുള്ള ജോലി നിർവഹിക്കുന്നതിനാണ് രാമൻ കാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ ജോലി തീർന്നാൽ രാമൻ അയോധ്യയിലേക്ക് തീർച്ചയായും മടങ്ങും. സാമ്രാജ്യം ഭരിക്കുകയും ചെയ്യും. പരിണാമത്തിൻ്റെ ഏറ്റവും താണപടിയിലുള്ള അധമൻ്റെയും അതിമാനുഷ്യൻ്റെയും എല്ലാ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളുടെയും സാഫല്യം അദ്ദേഹത്തിൻ്റെ ഭുജബലം വരുത്തുന്നതാണ്. ഈ വസ്തുതകൾ വളരെ മുമ്പ് തന്നെ യാജ്ഞവൽക്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റുകയില്ല. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സുനൈന കൗസല്യ രാജ്ഞിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവരിൽ നിന്നും അനുവാദം വാങ്ങി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. അവർ സീതയുടെ കുടിലയിലേക്ക് പോയി. അവർ കുടിലിൽ പ്രവേശിച്ച് സീതയെ കണ്ടപ്പോൾ അമിത ദുഃഖത്തിന് അധീനയായി. അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സീതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കൈകളാൽ മകളെ കെട്ടിപ്പിടിച്ചു. സീത പല മാർഗത്തിലും മാതാവിനെ ആശ്വസിപ്പിച്ചു. ധൈര്യവും വിശ്വാസവും ഉപദേശിച്ചു. അവർ അമ്മയുടെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു. തപോനിഷ്ഠയിലായിരുന്ന കാലത്ത് പാർവതി ദേവി എന്ന പോലെ അവർ അമ്മയുടെ മുമ്പിൽ സന്യാസിയുടെ വേഷത്തിൽ സ്ഥിതി ചെയ്തു. മാതാവിന് ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞെ, നീ യഥാർത്ഥത്തിൽ എൻ്റെ സീതയോ അല്ല പാർവതി ദേവിയോ? അവർ വളരെ നേരം പുത്രിയെ ആപാദചൂഡം വീക്ഷിച്ചു. അവരുടെ മനസ്സ് ആനന്ദം കൊണ്ടും ആശ്ചര്യം കൊണ്ടും നിറഞ്ഞു.
ഒടുവിൽ അവർ പറഞ്ഞു, ഓ സീതേ, നിന്നിൽ കൂടി രാജകുടുംബാംഗങ്ങൾ പവിത്രീകൃതമായിട്ടുണ്ട്. നിന്റെ അച്ഛനമ്മമാരുടെ കുടുംബവും നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ കുടുംബവും മകളെ, നിന്റെ കീർത്തി ചക്രവാളത്തിലും ചെന്നെത്തും. നിന്റെ യശസ്സാകുന്ന ജലപ്രവാഹം മിഥില, അയോധ്യ എന്നീ 2 രാജവംശങ്ങളാകുന്ന ഇരുകരകൾക്കും ഇടയിൽ നിറഞ്ഞൊഴുകി മുന്നോട്ടു പോകും. ഹരിദ്വാരം, പ്രയാഗം, സാഗര സംഗമം എന്നീ 3 പുണ്യജലഭാഗങ്ങളെ ഗംഗയ്ക്കുള്ളൂ. നിന്റെ നിർമ്മലേശസ്സാകുന്ന നദി ഓരോന്നിലും ചെന്ന് അവയോരോന്നും പുണ്യതീർത്ഥമായി പവിത്രീകരിക്കപ്പെടട്ടെ. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളിൽ നിന്നും പ്രവഹിച്ച പവിത്ര പദങ്ങൾ കേട്ട് സീത ലജ്ജാദീനയെന്ന പോലെ ഒന്നു പുളഞ്ഞു. നമ്രശിരസ്കയായി പറഞ്ഞു, അമ്മേ, എന്തു വാക്കുകളാണിവ? എന്താണിവയുടെ ഔചിത്യം? ഞാനും പുണ്യഗംഗയും തമ്മിൽ എന്തൊരു സാദൃശ്യമാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ക്ഷമാപണത്തിനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഗംഗയുടെ നേരെ ദണ്ഡ നമസ്കാരത്തിൻ്റെ ആംഗ്യം കാണിച്ചു. സുനൈന മകളെ ആലിംഗനം ചെയ്തു. വാത്സല്യത്തോടെ തലയിൽ തലോടി. സീതയെ, ഗൃഹസ്ഥകളായ എല്ലാ സ്ത്രീകൾക്കും അനുകരിക്കാനും മത്സരിക്കാനും നിന്റെ ഗുണങ്ങൾ ഉദാഹരണങ്ങളാണ്. സീത അമ്മയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇവിടെ അധിക സമയം വിനിയോഗിച്ചാൽ രാമദേവന് ചെയ്യേണ്ട ശുശ്രൂഷ വൈകും. രാമസന്നിധിയിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും. താൻ അവളുടെ മാർഗത്തിൽ ഒരു പ്രതിബന്ധമാവരുതെന്ന് അമ്മയ്ക്ക് തോന്നി. അവർ സീതയെ വളരെയേറെ ഓമനിക്കുകയും തഴുകുകയും തലോടുകയും ചെയ്തു. ഒടുവിൽ പറഞ്ഞു, കുഞ്ഞെ, പോയി നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് രാമനെ ശുശ്രൂഷിക്കൂ. സീതയെ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു രാമനെ ശുശ്രൂഷിക്കാനായി പോയി. സീതയ്ക്ക് പതിയോടുള്ള ആദരപൂർവമായ ഭക്തിയെയും ഇതര ഗുണങ്ങളെയും കുറിച്ച് സുനൈന വളരെ നേരം ചിന്തിച്ചു. സീത ദൃഷ്ടിയിൽ നിന്നും മറയുന്നത് വരെ അവർ അവളെ തന്നെ നോക്കി നിന്നു. അവളെ വീക്ഷിച്ചു മനസ്സാ ആരാധിച്ചും കൊണ്ട് അവർ അതേ സ്ഥലത്ത് തന്നെ നിന്നു. മനോരാജ്യത്തിൽ നിന്നും അവരെ ഉണർത്തിക്കൊണ്ട് പരിചാരിക അടുത്തു വന്ന് പറഞ്ഞു, അമ്മേ, സീതാദേവി അകത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ നാം നമ്മുടെ വസതിയിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. പെട്ടെന്ന് സുനൈന തിരിഞ്ഞു നിന്ന് കണ്ണിൽ നിന്ന് ഒഴുകിയ ബാഷ്പം തുടച്ചു കളഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവർക്ക് അനുവദിക്കപ്പെട്ട കുടിലേക്ക് പോയി. അസ്തമനമാകാറായി. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും സ്നാനത്തിനും സന്ധ്യാവന്ദനത്തിനും ദേവതാപൂജ തുടങ്ങിയ കർമ്മങ്ങൾക്കുമായി നദീതടത്തിലേക്ക് പോയി. പണ്ഡിതന്മാർ, ബ്രാഹ്മണന്മാർ, മന്ത്രിമാർ എന്നിവരും മറ്റുള്ളവരും അവരെ നദിക്കരയിലേക്ക് അനുഗമിച്ചു. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അവർ ഫലമൂലങ്ങൾ ആശിച്ച് ഓരോ സംഘത്തിനും പ്രത്യേകമായി ഉണ്ടായിരുന്ന ശൈനിയങ്ങളിൽ വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങി. നേരം പുലർന്നപ്പോൾ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം അവരെല്ലാം രാമൻ വസിക്കുന്ന പർണശാലയിലേക്ക് ചുറ്റും വന്നുകൂടി. വശ്യമായ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് രാമൻ പുറത്തു വന്നു. ഓരോരുത്തരെയും ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ച് സ്നേഹപൂർവ്വം അന്വേഷിച്ചുകൊണ്ട് ആ തിങ്ങിയ ആൾക്കൂട്ടത്തിൽ കൂടി കടന്നുപോയി. രാമൻ ഭരതന് സമീപത്തെത്തി. ഭരതൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, എൻ്റെ ഹൃദയത്തിൽ ഒരാശ ഉണ്ടായിരിക്കുന്നു. ഭയം കൊണ്ടും നാണം കൊണ്ടും അത് അങ്ങയോട് പ്രകടിപ്പിക്കുവാൻ ഞാൻ അപ്രാപ്തനാണ്. രാമൻ തൻ്റെ പ്രിയങ്കനായ സഹോദരൻ്റെ ശിരസ് തലോടിക്കൊണ്ട് പറഞ്ഞു, നീ എന്നോട് പറയാൻ എന്താണ് മടിക്കുന്നത്? പറയൂ, അതെന്താണെന്ന് പറയൂ. ഇത് കേട്ടപ്പോൾ ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഈ ചിത്രകൂട ശിഖരത്തിൻ്റെ ചുറ്റുമുള്ള നദീതടങ്ങളിലെ പുണ്യസ്നാനഘട്ടങ്ങൾ, ഈ നിബിഡ വനങ്ങളിലെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ, അവിടങ്ങളിൽ അലഞ്ഞു തിരിയുന്ന വന്യമൃഗങ്ങൾ, തടാകങ്ങൾ, അരുവികൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവ സന്ദർശിക്കുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവയെല്ലാം അവിടുത്തെ പാദകമലങ്ങളുടെ സ്പർശനത്താൽ പവിത്രീകൃതങ്ങളായിരിക്കുന്നു. ആ മേന്മയേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ആന്തരിക പ്രേരണയ്ക്ക് അയോധ്യ നിവാസികൾ അധീനരായി കഴിഞ്ഞിരിക്കുന്നു. രാമൻ മറുപടി പറഞ്ഞു, ഭരത, നിന്റെ ആഗ്രഹം എത്രയും സ്തുത്യർഹമാണ്. നിനക്ക് അത്രി മഹർഷിയുടെ അനുമതിയോടുകൂടി ഈ സ്ഥലങ്ങളെല്ലാം സന്തോഷപൂർവ്വം സന്ദർശിക്കാം. അത് കേട്ടപ്പോൾ ഭരതൻ വളരെ സന്തോഷിച്ചു. അദ്ദേഹം മഹർഷിയുടെയും രാമൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം ശത്രുഘ്നോടും അയോധ്യയിൽ നിന്ന് വന്നവരോടൊന്നിച്ച് വഴിക്ക് അനേകം ആശ്രമങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ട് വനത്തിൻ്റെ ഉൾപ്രദേശത്തേക്ക് പ്രവേശിച്ചു. അവർ പോയ വഴിയിൽ പർവ്വത പാർശ്വത്തിൽ ഒരു കിണർ കണ്ടു. എല്ലാ പുണ്യനദികളിൽ നിന്നും തടാകങ്ങളിൽ നിന്നുമുള്ള പുണ്യജലം അതിലുണ്ടായിരുന്നു. അതിലെ വെള്ളം സ്വല്പമെടുത്ത് ഭരതൻ തൻ്റെ ശിരസിൽ ഭക്ത്യാദരങ്ങളോടെ തളിച്ചു. ആ പുണ്യതീർത്ഥത്തിൻ്റെ മുമ്പാകെ അദ്ദേഹം നമസ്കരിച്ചു. വെള്ളത്തിൽ വീണിരുന്ന ഉണക്കിലകളും മറ്റു ചപ്പുചവറുകളും തൻ്റെ കൈകൊണ്ട് തന്നെ എടുത്തുമാറ്റി. അദ്ദേഹം അത് വൃത്തിയാക്കി. ആ കിണറാണ് ഭരതകൂപം അഥവാ ഭരതൻ്റെ കിണർ എന്ന പേരിൽ ലോകം മുഴുവനും ഇന്നും ബഹുമാനിക്കപ്പെടുന്നത്. സായിറാം.